ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 13 വെള്ളിയാഴ്ചയാണ്. ഇന്നലെ ഇന്ത്യൻ വിപണികളിൽ ഒരു ഇടിവാണ് നമ്മൾ കണ്ടത്. ആ ഇടിവ് തുടരും എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് US മാർക്കറ്റുകളിൽ ഇന്നലെ കനത്ത ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് IT സെക്ടർ തന്നെയാണ് അവിടെ ഹെവി ആയിട്ട് ഉള്ള ഒരു ഫോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ADRൽ ഇൻഫോസിസ് ഏകദേശം 10% ഒരു ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. വിപ്രോ 5% ഇടിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക് കമ്പനികളുടെ ബിസിനസ് മോഡലിനെ തന്നെ ബാധിക്കും എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ IT സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നാസ്ഡാക്ക് തന്നെ ഇന്നലെ 2% മുകളിൽ ഇടിയാൻ കാരണമായത്. ഇന്നലെ അതുപോലെ വലിയ ഇടിവ് രേഖപ്പെടുത്തിയ മറ്റൊരു സെഗ്മെൻറ്റ് ഓയിൽ പ്രൈസുകളായിരുന്നു. 3% അടുത്ത് ഇടിഞ്ഞു. ഏതായാലും ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് സമ്പന്നമായ ഒരു ദിവസം തന്നെയാണെന്ന്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. IT ഇൻഡെക്സിനെ കുറിച്ചും അതിൻ്റെ നമ്മുടെ വ്യൂസിനെ കുറിച്ചും നമ്മൾ പ്രത്യേകമായിട്ട് ഈ നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും ശേഷം നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെയും കാണുക. നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ആദ്യത്തെ വാർത്തയായി പറയാനുള്ളത് ജനുവരി മാസത്തെ 2026 പണപ്പെരുപ്പ ഡാറ്റ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇന്ത്യയിൽ ജനുവരിയിൽ റീറ്റെയിൽ പണപ്പെരുപ്പം 2.75% ഉയരുകയാണ് ഉണ്ടായത്. 2025 മെയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്ക് കൂടിയാണിത്. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പലിശ നിരക്ക് കുറയ്ക്കുന്നത് വൈകിക്കാനുള്ള ഒരു കാരണമായേക്കാം. ഇന്ത്യയിൽ റീറ്റെയിൽ പണപ്പെരുപ്പം കണക്കാക്കുന്ന രീതിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. സർക്കാർ CPI അഥവാ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കണക്കാക്കുന്ന ബേസ് ഇയർ 2012 നിന്ന് 2024 മാറ്റി. ഇതിനോടൊപ്പം വലിയ പ്രധാനപ്പെട്ട വിഭാഗങ്ങളുടെ വെയിറ്റേജും പുതുക്കിയിട്ടുണ്ട്. ഇനി ഭക്ഷ്യസാധനങ്ങളുടെ വെയിറ്റേജ് കുറച്ചിരിക്കുന്നു. 42.62% നിന്ന് 36.75% കുറച്ചിരിക്കുന്നത്. ഭക്ഷ്യവിലകളിൽ ഉണ്ടാകുന്ന വേഗത്തിലുള്ള മാറ്റം കാരണം CPIയിലെ വലിയ ചാഞ്ചാട്ടം കുറയ്ക്കാനാണ് ഇത്തരത്തിൽ ചെയ്തത്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഇത്രയധികം വർദ്ധിച്ചത് ഇനി ഒരുപക്ഷെ വരാനിരിക്കുന്ന RBIയുടെ MPC മീറ്റിങ്ങുകളിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ കുറച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ ഇൻഫ്ലേഷൻ 4% താഴെയാണ് എന്നത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യവുമാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ IT ഇൻഡെക്സ് വലിയ ഇടിവിലേക്ക് പോയിരുന്നു. പ്രത്യേകിച്ച് ഇൻഫോസിസ് ആണ് 9% ഇടിവുണ്ടാക്കിയത്. വിപ്രോ 4% ഇടിഞ്ഞു. അതായത് ഇന്നും IT ഇൻഡെക്സും ഇൻഫോസിസും വലിയ ഇടിവിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നതിൻ്റെ സൂചനകൾ തന്നെയാണിത്. ഇന്നലത്തെ കാര്യം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് ഏകദേശം 6% ഇടിഞ്ഞു. TCS 5.7%, HCL ടെക്നോളജീസ് 5% ഇടിവാണ് ഇന്നലെ ഉണ്ടാക്കിയത്. ഇപ്പോൾ IT സെക്ടറിലുള്ള ഈ ഒരു വലിയ ഇടിവിന് കാരണം പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യകൾ IT സർവീസ് ബിസിനസ്സിനെ ബാധിക്കുമെന്നുള്ള ആശങ്കകൾ തന്നെയാണ് പ്രധാനപ്പെട്ടതായി വരുന്നത്. കൂടാതെ മിനിഞ്ഞാന്ന് പുറത്തു വന്ന അമേരിക്കയിൽ നിന്നുമുള്ള ജോബ്സ് ഡാറ്റ നെഗറ്റീവായതും ഇന്നലത്തെ ഇടിവിന് കാരണമായി. ഫെബ്രുവരിയിൽ മാത്രം നിഫ്റ്റി IT ഇൻഡെക്സ് 12.8% ഇടിവാണ് ഉണ്ടാക്കിയത്. റീസെൻറ്റ് ഹൈയിൽ നിന്നും ഏകദേശം 16% ഇടിവും ഇപ്പോൾ ഉണ്ടാക്കി. നിഫ്റ്റി ITയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ലെവലുകൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വീഡിയോയുടെ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ഈ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ മറ്റൊരു മുഖ്യമായിട്ടുള്ള വാർത്തയുള്ളത് ഇന്ത്യൻ ടെക്സ്റ്റൈൽ മേഖലയിൽ നിന്നുള്ളതാണ്. ഇന്ത്യൻ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് വലിയ അവസരം ഒരുങ്ങുകയാണ്. US മാർക്കറ്റിലേക്ക് സീറോ ഡ്യൂട്ടി പ്രവേശനത്തിനുള്ള സാധ്യതകളുണ്ട്. ഇന്ത്യൻ ടെക്സ്റ്റൈൽ കയറ്റുമതിക്ക് വലിയ പിന്തുണ ലഭിക്കാനിരിക്കുകയാണ്. പീയൂഷ് ഗോയൽ പ്രഖ്യാപിച്ചതുപോലെ ഇന്ത്യക്കും US ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഡ്യൂട്ടി ഇല്ലാത്ത പ്രവേശനത്തിന് സാധ്യതയുണ്ട്. ഇന്ത്യക്ക് ഇപ്പോൾ ബംഗ്ലാദേശിന് ലഭിച്ചതുപോലെ തന്നെ ഗുണങ്ങൾ ലഭിക്കും. പക്ഷേ ചില പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഇതിൽ വരുന്നത്, കോട്ടൺ അല്ലെങ്കിൽ യാൺ അമേരിക്കയിൽ നിന്ന് വാങ്ങി ഇന്ത്യയിൽ പ്രോസസ്സ് ചെയ്ത് പിന്നീട് USലേക്ക് എക്സ്പോർട്ട് ചെയ്താൽ ഒരുപക്ഷെ സീറോ ഡ്യൂട്ടിക്കുള്ള ഗുണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇന്ത്യക്ക് വലിയ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണത്. പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ഇന്ത്യൻ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു മുൻതൂക്കം വരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ ഒരു വാർത്തയെ തുടർന്ന് ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ, ടെക്സ്റ്റൈൽ മേഖലയിലുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഗോകുൽദാസ് എക്സ്പോർട്സ്, KPR മിൽസ്, വെൽപ്സൺ ലിവിംഗ്, ഇൻഡോ കൗണ്ട് ഇൻഡസ്ട്രീസ്, അരവിന്ദ് ലിമിറ്റഡ്, ട്രൈഡൻറ്റ് തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ഇനി മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു ബൈറ്റിലേക്ക്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗ്ഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റായും ഒക്കെ ചെയ്യാവുന്നതാണ്.
മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഇനി ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ വലിയ വിൽപ്പന സമ്മർദ്ദമാണ് കണ്ടത്. പ്രത്യേകിച്ച് US മാർക്കറ്റുകൾ, അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റുകൾ വ്യാഴാഴ്ച ശക്തമായി തന്നെ ഇടിയുകയുണ്ടായി. പ്രത്യേകിച്ച് ടെക് കമ്പനികളാണ് കൂടുതൽ ആയി ഇടിഞ്ഞത്. നാസ്ഡാക്ക് 2% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ S&P 500ഉം ഡൗ ജോൺസും 1% മുകളിൽ ഇടിയുകയുണ്ടായി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക് ബിസിനസ്സുകളെ ബാധിക്കും എന്നുള്ള ആശങ്ക തന്നെയാണ് ഇന്നലെ ടെക് ഓഹരികൾ ശക്തമായി ഇടിയാൻ കാരണമായത്. ഇതിനെ തുടർന്ന് US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം വളരെ മോശം തന്നെയായിരുന്നു. ഇൻഫോസിസ് ഏകദേശം 10% ഇടിവാണ് ഉണ്ടാക്കിയത്. വിപ്രോ 5% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.5% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 1% ഇടിവാണ് ഉണ്ടാക്കിയത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.7% ഉയരുകയുണ്ടായി. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ഇടിവിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.84% ഇടിവിൽ. കോസ്പി മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,708-ൽ 143 പോയിന്റ്സ് ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 140 മുതൽ 150 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു വലിയ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അടുത്തായി ഗോൾഡ് പ്രൈസിലേക്ക്. ഇന്നലെ കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 1,16,160 എന്ന നിലയിലായിരുന്നു. ക്രിപ്റ്റോ സെഗ്മെന്റിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ വീണ്ടും ഇടിവിൽ തന്നെയാണ്. 2% ഇടിവിൽ $66,000 ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസിലേക്ക്. ഇന്റർനാഷണൽ എനർജി ഏജൻസി 2026 ആഗോള എണ്ണ ഡിമാൻഡ് വളർച്ച കുറവാക്കിയേക്കും എന്ന പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടതോടെയാണ് ഇന്നലെ ഓയിൽ പ്രൈസുകൾ 3% ഇടിവുണ്ടാക്കിയത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 1,299 രൂപയ്ക്ക് 3 മാസത്തേക്ക് 55% ഡിസ്കൗണ്ടോടുകൂടി ജോയിൻ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരമുണ്ട്. ഇപ്പോൾ തന്നെ എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ആ ഒരു പുതിയ ബിഗിനേഴ്സിനായിട്ടുള്ള കോഴ്സ് എല്ലാവർക്കും കാണാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. കൂടാതെ AI പ്രോംപ്റ്റ് ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ട്രേഡിംഗ് കൂടുതൽ എളുപ്പമാക്കുന്നതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ AI പ്രോംപ്റ്റുമായി ബന്ധപ്പെട്ട വീഡിയോ കാണാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടാവുന്നതുമാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്ക്. ആദ്യം കോൾ ഇന്ത്യ. നെറ്റ് പ്രോഫിറ്റിൽ 15.6% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7,166 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 5.2% ഇടിവ് വന്നിരിക്കുന്നു. 34,924.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇയർ ഓൺ ഇയറിലെ കണക്കുകളാണ് നമ്മൾ പറയുന്നത്. അടുത്ത ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 22.6% വർധനവ് വന്നിരിക്കുന്നു. 11,946.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 0.1% വർധനവ് വന്നു. 1,67,422.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അതർ ഇൻകത്തിൽ 37% വർധനവ് വന്നപ്പോൾ ഇൻട്രം ഡിവിഡൻഡായി കമ്പനി പ്രഖ്യാപിച്ചത് ₹6.25. അടുത്തത് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 45.1% വർധനവ് വന്നിരിക്കുന്നു. 2,049 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 13.9% വർധനവും രേഖപ്പെടുത്തി. 66,521 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ആണ്. പ്രോഫിറ്റിൽ 20.6% വർധനവാണ് വന്നിരിക്കുന്നത്. 393.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 8.3% വർധനവ് വന്നിരിക്കുന്നു. 4,067.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി ബയോകോൺ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 6 മടങ്ങിൻ്റെ വർധനവാണ് രേഖപ്പെടുത്തിയത്. 143.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 9.2% വർധനവ് വന്നിരിക്കുന്നു. 4,173 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 50.9% വലിയൊരു വർധനവ് രേഖപ്പെടുത്തി. 954.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 12.2% വർധനവും വന്നിരിക്കുന്നു. അടുത്ത ഹൊനാസ കൺസ്യൂമർ എന്ന കമ്പനി. പ്രോഫിറ്റിൽ 92.9% വർധനവും റവന്യൂവിൽ 16.2% വർധനവും രേഖപ്പെടുത്തി. അടുത്ത മികച്ച മറ്റൊരു റിസൾട്ട് രേഖപ്പെടുത്തിയ കമ്പനി മുത്തൂറ്റ് ഫിനാൻസ് ആയിരുന്നു. പ്രോഫിറ്റിൽ 94.9% വർധനവ് വന്നപ്പോൾ റവന്യൂവിൽ 64.1% വർധനവും വന്നു. മികച്ച റിസൾട്ട് തന്നെ. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ IPK ലബോറട്ടറീസ്, IRB ഇൻഫ്ര, ബ്രെയിൻ ബി സൊല്യൂഷൻസ്, ആൽക്കെയിം ലബോറട്ടറീസ്, ആക്കും ഡ്രഗ്സ്, ഓല ഇലക്ട്രിക്, ആസാദ് എഞ്ചിനീയറിംഗ്, സൈമൺസ് എനർജി ഇന്ത്യ, ഫോർട്ടീസ് ഹെൽത്ത് കെയർ, GMR എയർപോർട്ട്സ്, ഇനോക്സ് വിൻഡ്,
നാരായണ ഹൃദയാലയ, വിജയ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ, വെസ്റ്റേൺ കാരിയേഴ്സ് തുടങ്ങിയവയാണ്. വിപണി ഇന്നലെ ഇടിഞ്ഞപ്പോഴും FIS ബൈയിങ്ങിൽ തന്നെയായിരുന്നു. 108 കോടി രൂപയ്ക്കാണ് ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ FIS ബൈ ചെയ്ത്. DIs ആവട്ടെ 277 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇനി ഇന്ന് നമ്മൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കൂടാതെ ഇന്നലെ വലിയ ഒരു ഇടിവിലേക്ക് പോയ IT സെക്ടറുമാണ് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഇവിടെ നോക്കുന്നത്. ഇനി മുതൽ നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും പുറമെ കൂടുതലായിട്ടുള്ള സ്റ്റോക്കുകളോ അന്ന് ഫോക്കസിൽ വരുന്ന സ്റ്റോക്കുകളോ സെക്ടറുകളോ കൂടി നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂ ആയിട്ട് എല്ലാ ദിവസവും ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 25,807 147 പോയിന്റ്സ് ഇടിഞ്ഞാണ്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരാം. ഇന്നലെ ഒരു വലിയൊരു റെഡ് ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ ഫോം ആയിരിക്കുന്നത്. കൂടാതെ ഡൗൺ സൈഡിൽ നമ്മൾ പറഞ്ഞ ആ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണിനുള്ളിലായിട്ടാണ് ഇന്നലെ ക്ലോസിംഗ് വെച്ചിരിക്കുന്നതും. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നിഫ്റ്റിയിൽ ഒരു ഹയർ ലോ ഫോർമേഷനാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഡൗൺ സൈഡിൽ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈനാണ്. അവിടെ ടച്ച് ചെയ്യുന്നതിന് മുൻപ് ഒരുപക്ഷെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് ശ്രദ്ധിക്കാം. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,800ഉമാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് 60,740 6 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നാൽ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ ഒരു കൺസോൾട്ടേഷൻ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കൃത്യമായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് ലഭിക്കുന്നില്ല. കൂടാതെ അപ്സൈഡിലെ പ്രധാനപ്പെട്ട ആ ഒരു ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാനും സാധിക്കുന്നില്ല. ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ 4 ദിവസത്തെ ഹൈയും ലോയും മാർക്ക് ചെയ്യുകയാണെങ്കിൽ 60,886 മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെക്കുകയാണെങ്കിലും അതുപോലെ 60,465 താഴെയായിട്ടൊരു ക്ലോസിംഗ് വെക്കുകയാണെങ്കിലും നമുക്ക് ഒരു അപ്സൈഡിലേക്കോ അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്കോ ഉള്ള ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 61,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 60,500ഉമാണ്. അടുത്തതായി ഇന്നലെ IT സ്റ്റോക്കുകൾ വലിയ ഇടിവിലേക്ക് പോയിരുന്നു. അത് നമ്മൾ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഈ നിഫ്റ്റി IT ഇൻഡെക്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത്. ഒരു ഡബിൾ ടോപ്പ് ഫോം ആയതിനു ശേഷം ഒരു ബ്രേക്ക് ഡൗൺ ആണ് ഇപ്പോൾ IT സെക്ടറിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റി IT ഉള്ളത് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണിൽ തന്നെയാണ്. പക്ഷേ ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഡൗൺഫോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 30,961 ആദ്യത്തെ ഒരു ലെവലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം ഡൗൺ സൈഡിൽ 26,365 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാനും സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് നിഫ്റ്റി IT സെക്ടറിനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിലാണ് എടുത്തിരിക്കുന്നത്. മറ്റ് ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.